ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സായിക്കിൻ്റെ ജാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സായിക്കും ചെയ്യാനും പെരുന്നാൾ തലേന്നത്തെ ആവേശം നിറഞ്ഞൊരു യാത്രയിലാണ് കേട്ടോ. സായിക്കും ചെയ്യാനും അവരുടെ ബാപ്പാൻ്റെ വീട്ടിലേക്ക് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടോ, രണ്ടാളും കൂടി കട്ടൊക്കെ നടന്നു തുടങ്ങുന്നത്. സായിക്കും ചെയ്യാനും നടന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഓടല്ലാന്ന് ഞാൻ പറഞ്ഞു, വീണിട്ടുണ്ടെങ്കിലോ. കളിയാക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട് എത്ര സുന്ദരമാണ്, അടിപൊളിയല്ലേ, നല്ല വ്യൂ ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ സായിക്കും ചെയ്യാനും അവിടെ നിന്ന് നടന്നു തുടങ്ങാൻ തുടങ്ങി. അവർ രണ്ടാളും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒന്നും വ്യക്തമല്ലായിരുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ജയാൻ ഒരു ലോട്ടറി അടിച്ചത്. നല്ല ഒന്നാം തരം ഒരു മാങ്ങയാണ് കേട്ടോ. പക്ഷേ അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ജയാന് കാര്യം മനസ്സിലായത്, അതൊരു കേടായ മാങ്ങയായിരുന്നു. പിന്നെ ജയാൻ ഒട്ടും ആലോചിച്ചില്ല, ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്കിങ്ങനെ കളയാം എന്നുള്ളൊരു ചിന്തയായിരുന്നു അവനിക്ക്. പിന്നെ അവൻ ആ കാണുന്ന വീട്ടിലേക്ക് ആ മാങ്ങ എടുത്തെറിയുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാളും കൂടി അടിപൊളിയായിട്ടാണ് കേട്ടോ നടക്കുന്നത്. പക്ഷെ അവർക്ക് യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ എല്ലായിടത്തും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഞാൻ പിന്നെ എവിടെ പോയാലും അടങ്ങിയിരിക്കില്ല കേട്ടോ. റോഡായാലും വായിക്കില്ല, വീടായാലും വായിക്കില്ല, അവൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും. ആ പോകുന്ന വഴിക്ക് അവരിലൊക്കെ പറിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാളും കൂടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒന്നും വ്യക്തമല്ലായിരുന്നു അവരുടെ വർത്താനം. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ഒരു ഓട്ടോ വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ആ ഓട്ടോനെ കൈ കാണിച്ചു. അങ്ങനെ ആ ഓട്ടോ വരുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് ജയാൻ പിന്നെ അവിടെ ഒരു മാങ്ങ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അത് എടുക്കേണ്ട, ചീത്തയായ മാങ്ങ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ജയാനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് മാങ്ങയോട് ഭയങ്കര താല്പര്യം. ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി നേരെ അവരുടെ ബാപ്പയുടെ വീട്ടിലേക്ക് പോയി. പോകുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓട്ടോയിൽ കയറിയാൽ പിന്നെ സായിക്കിൻ്റെ ജയൻ്റെയും വിശുദ്ധികൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കണ്ടോളൂ. നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. സായിക്കും ചെയ്യാൻ ഓട്ടോയിൽ കയറി ഇതാണ് അവസ്ഥ കേട്ടോ. എവിടെ അടങ്ങിയിരിക്കില്ല കേട്ടോ. ആരെയും അറിയിക്കാതെ ഒരു സർപ്രൈസ് കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. ശരിക്കും അവിടെ എത്തിയപ്പോഴാണ് ശരിയായ ട്വിസ്റ്റ്. ഓട്ടോ പോയിക്കൊണ്ടിരുന്നു. ഓട്ടോ പോകുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഓട്ടോ ജൂബിലി കുളത്തിനടുത്ത് എത്തി കേട്ടോ. എൻ്റെ ആങ്ങളയുടെ പീടിയാണ് ആ കാണുന്നത്, ST ഫിഷ്. കല്ലുമ്മക്കായ ആവശ്യമുള്ളവർ അവിടെ വന്ന് കല്ലുമ്മക്കായ വാങ്ങിക്കോളൂ കേട്ടോ. അടിപൊളി കല്ലുമ്മക്കായാണ് കേട്ടോ. അങ്ങനെ ആ ഷോപ്പിലുള്ളത് അമ്മയുടെ ആങ്ങളുടെ മോനാണ് കേട്ടോ ആ ഇരിക്കുന്നത്. വേണു ചായക്കു അവരുടെ മാമനോട് ഹായ് ഒക്കെ പറഞ്ഞു അങ്ങനെ തിരിച്ച് ഫയർ സ്റ്റാൻഡിലേക്ക് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളം എത്തിയപ്പോഴാണ് ബ്ലോക്ക് തുടങ്ങിയത് കേട്ടോ. അതൊരു ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കൂളായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടോളൂ. അവിടെ എന്നും ഉണ്ടാകുന്ന ബ്ലോക്ക് തന്നെയാണ് കേട്ടോ, നിങ്ങളത് കണ്ടോളൂ. കായ്ക്കും ചെയ്യാനും ഓട്ടോയിലിരുന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര ചെയ്യാൻ. ഉച്ച കഴിഞ്ഞപ്പോൾ ബ്ലോക്കൊക്കെ കുറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ആ ഓട്ടോ പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്കൊക്കെ കുറഞ്ഞു കേട്ടോ. അങ്ങനെ സാവധാനം ഓട്ടോ നീങ്ങുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടോടിയിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സായിക്ക് ചെയ്യാൻ നല്ല ത്രില്ലിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഓട്ടോയിലിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഓട്ടോ ഇപ്പോൾ ഉള്ളത് വടകര പുതിയ സ്റ്റാൻഡിലാണ് കേട്ടോ. അതിലേ കൂടിയാണ് കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ടത്. അങ്ങനെ ഇപ്പോൾ ബാങ്ക് റോഡിലേക്ക് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായിക്ക് ചെയ്യാൻ നല്ല എൻജോയ് ചെയ്തുകൊണ്ട് കേട്ടോ പോകുന്നത്. അവർക്ക് നല്ല രസമായിരുന്നു, യാത്രകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അങ്ങനെ ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ബാങ്ക് റോഡിലെത്താൻ ഇനിയും കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് കാവ് റോഡാണ് കേട്ടോ. അവിടെയുള്ള മത്സ്യ മാർക്കറ്റും അതുപോലെ ഫ്രൂട്ട്സിൻ്റെതും അങ്ങനെ ഇതൊക്കെ കാണാൻ ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ബാങ്ക് റോഡിലേക്ക് എത്തും കേട്ടോ. ഓട്ടോ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാങ്ക് റോഡിലേക്ക് എത്തി കേട്ടോ. ആ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓട്ടോ ഡ്രൈവർ ചോദിച്ചു എവിടെയാണ് നിർത്തേണ്ടത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ സൈഡിൽ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോവിൻ്റെ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്നും പോകുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കേട്ടോ അവരുടെ ബാപ്പയുടെ വീട്. ആ കാണുന്ന വീടാണ് കേട്ടോ അവരുടെ ബാപ്പയുടെ വീട്. സായിക്ക് ചെയ്യാൻ പോകുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സായിക്ക് വീണു കേട്ടോ. അങ്ങനെ സായിക്ക് വീണപ്പോൾ അവൻ്റെ കാലൊക്കെ ഞാൻ തുടച്ചു കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് നേരെ അവൻ്റെ ബാപ്പയുടെ വീട്ടിലേക്ക് കയറുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സായിക്ക് ചെയ്യാൻ നേരെ അവിടത്തേക്ക് കയറി പോകുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം ഞങ്ങൾ വെല്ലടിച്ചു കേട്ടോ. പക്ഷെ ഒരനക്കവും ഉണ്ടായിരുന്നില്ല. ഇത് പൂട്ടിയിരിക്കുന്നു.
അയക്കും ഞാൻ അന്തം വിട്ടുപോയി. ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു വന്നതായിരുന്നു. സർപ്രൈസ് പാളിയെന്ന് കരുതി ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പോവാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ദൂരെ നിന്നും അവരുടെ ബാപ്പയുടെ ഉമ്മ വരുന്നത് കണ്ടത്. അതാ വരുന്നു അവരുടെ ബാപ്പയുടെ ഉമ്മ. ദൂരെ നിന്നും അവരുടെ ബാപ്പയുടെ ഉമ്മയെ കണ്ടപ്പോൾ സായിക്കിൻ്റെ സയാൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. രണ്ടാളും കൂടി നേരെ അവരുടെ ബാപ്പയുടെ ഉമ്മയുടെ അടുത്ത് പോകുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ പോകുന്നത് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സായിക്കിനെ സയാനെയും കണ്ടപ്പോൾ ഉമ്മ അന്തം വിട്ടുപോയി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സർപ്രൈസ് പ്ലാൻ സക്സസ്. സായിക്ക് നേരെ അവിടെ പോയിരുന്നു കേട്ടോ. ജയാനുമ്മ വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് കയറിപ്പോകുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജയാനിക്ക് അവിടെ നിന്നൊരു 2 ബലൂണ് കിട്ടി കേട്ടോ. അവൻ അതിനെ കൊണ്ട് കളിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് അവരുടെ ഇത്താത്താക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ജയാൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. ഇത് അവരുടെ ബാപ്പയുടെ ഉമ്മയുടെ റൂമാണ് കേട്ടോ. അങ്ങനെ അവിടെ കണ്ട ഷോക്കേസിൽ ജായ്ക്കും ജയാനോ അവർ ഇത്താത്തൻ്റെ അപ്പുറം ഇരിക്കുന്ന ഫോട്ടോ കണ്ടു. അവിടുത്തെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ജയാനെ നോക്കി നടന്നു. അവിടെ നിറച്ചും ബലൂണായിരുന്നു കേട്ടോ. ഞങ്ങൾ ചോറോട് നിന്ന് രാവിലെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിറച്ചും ആ മാവിൽ നിറച്ചും മാങ്ങയായിരുന്നു കേട്ടോ. ഇതിനിടയിലാണ് അടുത്ത സർപ്രൈസ്. അവരുടെ ബാപ്പയുടെ ഏട്ടൻ ഫോൺ വിളിച്ച് സായിക്കിനും ചെയ്യാൻ ഇഷ്ടംപോലെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാൻ അവരുടെ ബാപ്പയുടെ ഉമ്മാനെ ഏൽപ്പിച്ചു. പോരാത്തതിന് അവരുടെ ഉമ്മാമ്മ സക്കാത്തും കൈനീട്ടവും നൽകി അനുഗ്രഹിച്ചു കേട്ടോ. അങ്ങനെ സായിക്കിനെ ചെയ്യാൻ നേരെ കൊണ്ടുപോയത് അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. നിങ്ങൾക്കിഷ്ടമുള്ള ചോക്ലേറ്റ് എടുത്തോ എന്ന് ഉമ്മാമ്മ പറഞ്ഞതു പിന്നെ സായിക്കിനെ ചെയ്യാൻ്റെ കഥ പറയേണ്ടില്ലല്ലോ. സായിക്കിനും ചെയ്യാൻ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. സായിക്കും ചെയ്യാനും ഏതൊക്കെയോ ചോക്ലേറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഏത് ചോക്ലേറ്റ് എടുക്കണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനെടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് അവർക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ അവിടെ നിന്നും കിക്കറ്റിന് 2 ചോക്ലേറ്റ് എടുത്തു കൊടുത്തു. സായിക്കും ചെയ്യാൻ അവിടെ നിന്ന് മുട്ടായി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മതി, നമുക്ക് മുട്ടായിയൊക്കെ മതി, പോകണ്ടേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് 2 മുട്ടായി ഞാൻ എടുത്തു കൊടുത്തു. ആ മുട്ടായി കൊണ്ടുവന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായിക്കാണ് കേട്ടോ മുട്ടായി കൊടുത്തിട്ട് ബില്ല് പേ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ജയാൻ നേരെ പോയി ഡോറിൻ്റെ ലോക്ക് കൂട്ടിക്കളഞ്ഞിട്ടോ. പിന്നെ അവൻ തന്നെ ലോക്ക് തുറന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഒരു ഓട്ടോനെ വെയിറ്റ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ഓട്ടോയെ ഞങ്ങൾ വിളിച്ചു. ആ ഓട്ടോ വരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സായിക്കിനെ സേനെ അവരുടെ ഉമ്മ ഓട്ടോയിൽ കയറ്റുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. സായിക്കിന് സേന് ചോക്ലേറ്റ് കിട്ടിയ സന്തോഷമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായിക്കിന് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ ചോക്ലേറ്റ് കിട്ടിയപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടോ. അങ്ങനെ ഓട്ടോ നീങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. സായിക്കും സേന എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒന്നും വ്യക്തമല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഓട്ടോ വേഗം നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ഓട്ടോ നേരെ പോയത് ഒരു പെട്രോൾ പമ്പിന് മുമ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ സായിക്കിനും ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർക്ക് ചോക്ലേറ്റൊക്കെ കിട്ടിയ 1 അല്ല 2 ചോക്ലേറ്റാണ് കേട്ടോ അവർക്ക് കിട്ടിയത്. ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈനിറയെ ചോക്ലേറ്റുമായി സായിക്കും ചെയ്യാനും നേരെ അവരുടെ നാട്ടിലേക്ക് പോകുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ ഓട്ടോ പോയത് ഒരു പെട്രോൾ പമ്പിലേക്കായിരുന്നു കേട്ടോ. ആ രംഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായിക്കും ചെയ്യാൻ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജയാൻ അടുത്ത പണി തുടങ്ങി കേട്ടോ. ഓട്ടോയിൽ നിന്ന് തന്നെ ചോക്ലേറ്റ് പൊട്ടിച്ച് വിൽക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അവിടെ നിന്നും പെട്രോളൊക്കെ അടിച്ച് ഓട്ടോ നീങ്ങാൻ തുടങ്ങി കേട്ടോ. ആ സമയം തന്നെ ജയാൻ ചോക്ലേറ്റൊക്കെ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി കേട്ടോ. ചോക്ലേറ്റ് തിന്ന് ജയാൻ്റെ മുഖം കണ്ടോ നിങ്ങൾ? എൻ്റെ മുഖം ഒരു കോലമായി കേട്ടോ.
സായിക്ക് ചോക്ലേറ്റ് ഒന്നും തിന്നിട്ടില്ല കേട്ടോ. സായിക്ക് ചോക്ലേറ്റ് കൈമ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനിത് വീട്ടിലെത്തിയിട്ടാ തിന്നുള്ളൂ ഉമ്മ എന്ന് പറഞ്ഞു. ധ്യാൻ തിന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓട്ടോ നീങ്ങിക്കൊണ്ടിരുന്നു. ധ്യാൻ ചോക്ലേറ്റ് തിന്നുന്ന രംഗം നിങ്ങൾ കണ്ടു നോക്കൂ. ധ്യാൻ ചോക്ലേറ്റ് തിന്നിട്ട് ധ്യാൻ്റെ മുഖത്തും കയ്യിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടവല് കൊണ്ട് അതൊക്കെ തുടച്ചു കൊടുത്തു. കുറച്ചേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അവിടെ തന്നെ എൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൈനാട്ടിൽ നിന്ന് പെരുന്നാൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിലെത്തി. കൈനീട്ടവും ചോക്ലേറ്റും സക്കാത്തും ഉമ്മാമയുടെ സ്നേഹമൊക്കെയായി ദായിക്കും ചെയ്യാൻ ഈ പെരുന്നാൾ തലേന്ന് ജഗപുകയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഉമ്മയുടെ ആങ്ങളയുടെ പീടിക കണ്ടു കേട്ടോ. ഉമ്മയുടെ ആങ്ങളയുടെ പീടികേൻ്റെ പേര് ST കല്ലുമ്മക്കായ് കട എന്നായിരുന്നു കേട്ടോ. അടിപൊളി കല്ലുമ്മക്കായാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും വാങ്ങണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അസ്സലാമു അലൈക്കും.